കറണ്ട് അഫയേഴ്സ് 365യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാൻഡ് പ്രിക്സ് 2024 ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ജനുവരി മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള ഗ്രാൻഡ് പ്രിക്സിൽ ആരൊക്കെയാണ് ജേതാക്കൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ സകല ഗ്രാൻഡ് പ്രിക്സ് ഈ ഒരു 2024 നേടിയ ആൾക്കാരെ പറ്റി നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം ഒരു ചോദ്യത്തോടെ നമുക്ക് തുടങ്ങാം. അതായത് എങ്ങനെയാണ് ഈ നമ്മുടെ ഗ്രാൻഡ് പ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ്, ഹു വോൺ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് 2024? ഓപ്ഷൻ എ ലൂയിസ് ഹാമിൽട്ടൺ, ഓപ്ഷൻ ബി ജോർജ് റസൽ, ഓപ്ഷൻ സി കാർലോസ് സെയിൻസ്, ഓപ്ഷൻ ഡി ഓസ്കാർ പിയട്രി. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ലൂയിസ് ഹാമിൽട്ടൺ ആണ് 2024 ഓക്കെ 2024 ഗ്രാൻഡ് പ്രിക്സ് നേടിയെന്ന് നോക്കാം. അടുത്താണ്, ടു വിച്ച് ടീം ഡസ് ലൂയിസ് ഹാമിൽട്ടൺ ബിലോങ്സ് ടു? സോ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ചോദ്യമാണ് വരുന്നത്. ഒന്ന്, ഈ ഗ്രാൻഡ് പ്രിക്സ് ആരാണ് നേടിയെന്നാണ് ചോദിക്കുക. രണ്ട്, അത് ഏത് ടീമിലത്തെ ആളാണെന്നും കൂടിയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ആ ഒരു മോഡൽ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ടു വിച്ച് ടീം ഡസ് ലൂയിസ് ഹാമിൽട്ടൺ ബിലോങ്സ് ടു? ഈ ലൂയിസ് ഹാമിൽട്ടൺ ഏത് ടീമിലത്തെ താരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫെറാറി, ഓപ്ഷൻ ബി മെർസഡസ്, ഓപ്ഷൻ സി റെഡ് ബുൾ, ഓപ്ഷൻ ഡി മക്ലറൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മെർസഡസ് താരാണ് ഈ ലൂയിസ് ഹാമിൽട്ടൺ എന്ന് നോക്കാം. സോ നമുക്ക് ഇനിയിപ്പോൾ നോക്കാനുള്ളത് ഈ 2024 ഫുള്ളായിട്ടുള്ള ആരൊക്കെയാണ് ഏതൊക്കെ നേടിയെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. 2024 ഈ ഗ്രാൻഡ് പ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ട്രോഫികൾ നേടിയെന്ന് നോക്കാം. ഈ മാക്സ് വെർസ്റ്റപ്പൻ നേടിയിരിക്കുന്നത് പ്രധാനപ്പെട്ട 7 ഗ്രാൻഡ് പ്രിക്സാണ്. ഒന്ന് നമുക്കറിയാം ജപ്പാൻ, അതുപോലെ തന്നെ ചൈന, പിന്നെ കാനഡ, സ്പെയിൻ, അതുപോലെ തന്നെ ബഹ്റൈൻ, സൗദി, പിന്നെ റൊമാനിയ. അതായത് നമ്മുടെ റൊമാനിയ എന്ന് പറയില്ല, എമിലിയ റൊമാനിയ. സോ ഇങ്ങനെ 7 എണ്ണമാണ് ഈ മാക്സ് വെർസ്റ്റപ്പൻ നേടിയെന്ന് നോക്കാം. ഈ മാക്സ് വെർസ്റ്റപ്പൻ ഏത് ടീം കൂടി നോക്കാം. ഓക്കെ, അത് ഈ സൈഡിൽ കാണുന്ന ചിത്രം റെഡ് ബുളിൻ്റെ. ഓക്കെ, സോ മാക്സ് വെർസ്റ്റപ്പൻ നേടിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ, ചൈന, കാനഡ, സ്പെയിന്, സൗദി, ബഹ്റൈൻ, അതുപോലെ തന്നെ റൊമാനിയ. പിന്നെ ഈ ഫെറാറിൻ്റെ ടീം അംഗങ്ങൾ, അതായത് ഈ ഫെറാറിക്ക് 2 ഡ്രൈവർമാരാണുള്ളത്. അതിലത്തെ ഒന്ന് കാർലോസും സെയിൻസും 2 ചാൾസാണ്. ഈ കാർലോസ് സെയിൻസ് നേടിയത് ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ ഗ്രാൻഡ് പ്രിക്സ് നേടിയത് ആരാന്ന് ചോദിച്ചാൽ കാർലോസ് സെയിൻസാണ്. അതുപോലെ തന്നെ മൊണാക്കോ ഇറ്റലി നേടിയത് ആരാന്ന് ചോദിച്ചാൽ ചാൾസ് ലെക്ലർക്കാണും കൂടി നോക്കാം. അടുത്താണ് മക്ലാർ എന്ന് പറഞ്ഞിട്ടൊരു കാർ കമ്പനി ടീം. അതിലത്തെ ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഓസ്കാർ പിയട്രി ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡൻ നോറിസ് ഉണ്ട്. ഈ ഓസ്കാർ പിയട്രിയാണ് ഹംഗറിയിലത്തെ നേടിയത്. ഓക്കെ, ഹംഗറി. ഇനി ലാൻഡോ നോറിസ് നേടിയത് ഏതാണെന്ന് ചോദിച്ചാൽ മയാമിയും അതുപോലെ തന്നെ നെതർലാൻഡും ആണെങ്കിൽ കൂടി നോക്കാം. പിന്നെ അടുത്താണ് മെർസഡസ് എന്ന് പറഞ്ഞിട്ടൊരു ടീം. ഓക്കെ, അതിലത്തെ 2 ആൾക്കാർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് ലൂയിസ് ഹാമിൽട്ടണും ഉണ്ട്, പിന്നെ ജോർജ് റസലും ഉണ്ട്. ഈ ലൂയിസ് ഹാമിൽട്ടൺ നേടിയത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ബ്രിട്ടനും അതുപോലെ തന്നെ അടുത്ത് കിടക്കുന്ന ബെൽജിയം. ഇനി ഓസ്ട്രിയ GP ആരാണ് നേടിയെന്ന് ചോദിച്ചാൽ ജോർജ് റസൽ. സോ ഇത്രയാണ് ഈ 2024 ഇത് സെപ്റ്റംബർ വരെയുള്ള കേട്ടോ. ഈ സെപ്റ്റംബർ 1 ഒരു GP നടന്നു, അതാണ് ഇറ്റലി. അതാരാ നേടിയെന്ന് ചോദിച്ചാൽ ചാൾസ് ക്ലർക്കാണെന്ന് നോക്കാം, ചാൾസ് ആണെന്ന് നോക്കാം. ഓക്കെ, സോ ഈ 2024 നേടിയ സകല ടീമിൻ്റെയും നമ്മൾ ഈ ഒറ്റൊരു വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും നമുക്ക് ഈ നമ്മുടെ റേസിംഗ് ആയിട്ട് ഗ്രാൻഡ് പ്രിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഫോർമുല 1 റേസിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്കറിയാനുള്ളൂ. സോ ഇത്രയും നിങ്ങൾക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാം, ഞാൻ ഷുവറായിട്ട് നിങ്ങൾക്ക് പറയുന്നു. സോ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമുക്കറിയാം ഫെറാറിൻ്റെ ചിഹ്നമാണ് ഈ ആദ്യം കാണുന്നത്. ഓക്കെ, ഫെറാറി. സോ ഇവർക്കിപ്പോൾ കറൻ്റ്ലി സ്പോൺസർ HP ഉണ്ട് എന്ന് നോക്കാം. സോ ഇതാണ് ചാൾസ് ലെക്ലർക്ക്. ഓക്കെ, ചാൾസ് ലെക്ലർക്ക് എന്ന് പറഞ്ഞ ഈ വ്യക്തിയാണ് ഈ മൊണാക്കോ ഇറ്റലി നേടിയത്. ഓക്കെ, മൊണാക്കോ ഇറ്റലി. അതേപോലെ തന്നെ മൂപ്പര വേറൊരു ടീമേറ്റാണ് കാർലോസ്. മൂപ്പരാണ് ഈ ഓസ്ട്രേലിയ ഗ്രാൻഡ് പ്രിക്സ് നേടിയത്. അടുത്താണ് മക്ലാറൻ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്, ഫോർമുല 1 ടീം. സോ അതിലെ ആൾക്കാരാണ് ഒന്ന് ഓസ്കാറും ലാൻഡോ നോറിസും. ഓക്കെ, ഓസ്കാർ ഒരു നാറിയാണെന്ന് നോക്കുക, അപ്പോൾ ഓർത്തിരിക്കാൻ പറ്റും. സോ ഈ ഓസ്കാറാണ് ഇപ്പോൾ ഈ ഹംഗറി നേടിയത്. ഓക്കെ, ലാൻഡോ നോറിസ് ആണെങ്കിൽ ഈ മയാമിയും നെതർലാൻഡും നേടിയെന്ന് നോക്കാം. അടുത്താണ് മേഴ്സഡസ്. ഈ മേഴ്സഡസിൻ്റെ ചിഹ്നമൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും, ഇതെന്തായാലും ഓർത്തിരിക്കുക. സോ ഇതിലെ ആൾക്കാരാണ് ഒന്ന് ലൂയിസ് ഹാമിൽട്ടണും പിന്നെ ജോർജ് റസൽ. ഈ ലൂയിസ് ഹാമിൽട്ടൺ നേടിയതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ, അതുപോലെ തന്നെ ബെൽജിയം. പിന്നെ ജോർജ് റസൽ ആണെങ്കിലോ ഓസ്ട്രിയ. പിന്നെ നമ്മുടെ
ചാനലിലെ വേറെ പുതിയ കുറച്ച് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, മേജർ വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളതാണ്. സോ അത് നോക്കാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ ഗവർണർ ആൻഡ് ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആണ്, അത് നോക്കുക. പിന്നെ ഈ ഓഗസ്റ്റിൽ തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.